Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല സ്നാക്ക് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ ഉപയോഗിക്കാം. തിളപ്പിച്ച പാലാണെങ്കിൽ നന്നായി ചൂടാറിയതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഇതിനു പകരം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാൽപ്പൊടി നല്ല ടേസ്റ്റിന് കൊടുക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ഒരു അല്പം കൂട്ടിയെടുത്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1 മുട്ടയാണ് കേട്ടോ. ആ മുട്ട കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വാനില എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 4 ബ്രെഡാണ്. 4 ബ്രെഡിന്റെ അളവിലാണ് 1 കോഴിമുട്ടയും അതുപോലെ തന്നെ 1 കപ്പ് പാലും പറഞ്ഞിട്ടുള്ളത്. ബ്രെഡ് കൂടുതൽ എടുക്കുമ്പോൾ ബാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതേപോലെ ഈ പാത്രത്തിലേക്ക് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു പാൻ അവിടെ ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ആദ്യം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ബ്രെഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബട്ടറാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല മണമൊക്കെ വരും. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ലോ ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഈ നമ്മളുടെ റെഡിയാക്കിയിട്ടുള്ള മിക്സ് ഒഴിച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ മിക്സ് ബ്രെഡിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ ബാക്കി വന്ന മിക്സ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂണോളം വരുന്ന ബട്ടർ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ 2 ഭാഗവും ഇതേപോലെ നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് മൊരിപ്പിച്ചെടുക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മണമാണ് വരുന്നത്. കുട്ടികൾ ദൂരത്ത് എവിടെയെങ്കിലും നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഓടി വരും. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് കൊടുക്കാനും സൂപ്പറാണ്. അപ്പോൾ ഇനി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇപ്പം ഇനി സ്കൂളൊക്കെ തുറക്കാനായില്ലേ, സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. നമ്മുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്. നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇതുവരെ ചെയ്ത സപ്പോർട്ടുകൾ തുടർന്ന് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് വേണമെങ്കിൽ ടിഫിൻ ബോക്സിൽ അടച്ച് 10 മണിക്കൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പർ സോഫ്റ്റ് ആണെന്ന്, നല്ല ടേസ്റ്റും ആണെന്ന്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടാൽ മതി, എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.